എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അസ്പയർ ടു വിൻ എന്ന് പറയുന്ന 9th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ സമ്മറി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമ്മറി കാണാത്തവർക്കായിട്ട് നമ്മുടെ ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അതിന്റെ സമ്മറി കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഓരോ ലൈനും എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിഷ പഞ്ചാബി എഴുതിയ ദ റേസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾക്ക് ആദ്യത്തെ ചാപ്റ്ററായിട്ട് ഉള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിജയങ്ങളിൽ മാത്രമല്ല, പക്ഷെങ്കിൽ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഏതൊരു മത്സരത്തിലും വിജയം മാത്രമല്ല, അതിൻ്റെ അകത്ത് തോൽക്കുന്ന ആൾക്കാരുമുണ്ട്. ആ തോൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ നമ്മൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു കഥയാണ് നമ്മുടെ ഈ റേസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം നമുക്ക് ഈ കഥയൊന്ന് കാണാം. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud, but Tarun was never good at anything like that. നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് തരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അവരൊരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്. മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ, ആവറേജ് ലെവലിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവന് പാട്ടിലോ ഡാൻസിലോ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. പിന്നെ ഇവനെ അവൻ്റെ വീട്ടിലെ ഒരു ബ്ലാക്ക് ഷീപ്പായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള രീതിയിലാണ് കണ്ടിരിക്കുന്നത്. കാരണം ഇവനൊരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടൻ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. നല്ല റെപ്യൂട്ടഡ് കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് വിദ്യാഭ്യാസം നടത്തുന്ന ഒരു ചേട്ടനാണ് ഇവനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാരിസൺ വരും. പാരൻസിന് ചേട്ടനും അനിയനും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുമ്പോൾ അനിയൻ പഠിക്കാത്തവൻ, പരീക്ഷകൾക്ക് തോൽക്കുന്നവൻ, ഒന്നിനും കഴിവില്ലാത്തവൻ, കൊള്ളരുതാത്തവൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളുടെ ഈ തരുണിനെ കണ്ടിരിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇവൻ്റെ ജീവിതത്തിലെ പ്രശ്നവും. ഇനി നമുക്ക് ബാക്കി എന്ത് വരുമെന്ന് കാണാം. അടുത്ത പാരഗ്രാഫിൽ However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream, to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. നമ്മളുടെ തരുണിന് കഴിവുകളൊന്നും ഇല്ല എന്ന് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു എങ്കിൽ പോലും, അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും, ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്. ഇവനൊരു വലിയ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് അത്ലറ്റാണ്, നല്ലൊരു ഓട്ടക്കാരനാണ്. അവന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ആണോ എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഇവനൊരു മീഡിയോക്കർ ഫാമിലിയിലെയാണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെയാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയുടെയൊക്കെ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ വിചാരിക്കുന്നത് കുട്ടികൾ വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിൽ ഒരു നല്ലൊരു ഉയർന്ന ജോലിയിൽ വന്ന് ആ ജോലിയിൽ കൂടെ തങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഫാമിലിയാണ് കൂടുതലും ഈ ഒരു ലെവലിൽ വരുന്നത്.
അപ്പം എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ ആൾക്കാരെങ്കിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളുടെ തരുണിൻ്റെ മാതാപിതാക്കളും. അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ പോലെ തന്നെ, അല്ലെങ്കിൽ തരുണിൻ്റെ ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠിക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിലേക്ക് ഒരു ജോലിയിൽ എത്തണം, എന്നിട്ട് വീട് നല്ല രീതിയിലാവണം. ഇതാണ് അവൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവൻ്റെ ആഗ്രഹവും ഇവൻ്റെ അഭിരുചിയും ഒന്നും തന്നെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ പഠനത്തോട് ബന്ധപ്പെട്ടല്ല. മറിച്ച് ഇവൻ്റെ അഭിരുചി മുഴുവനും ഈ ഓട്ടത്തിലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ നല്ലൊരു അത്ലറ്റൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നല്ല കോച്ചിങ് കിട്ടണം. നല്ല കോച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം പണം ചെലവഴിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതൊന്നും കിട്ടാനുള്ളൊരു സാഹചര്യം ഇന്ന് ഇവന് ഇല്ല. കാരണം അവരുടെ ഒന്നാമത്തെ പേരൻസിന് താല്പര്യമില്ല ഇവനൊരു അത്ലറ്റ് ആവുന്നത്. രണ്ടാമത്തെ കാര്യം, അതിനെല്ലാം കൂടെ പണം ചെലവഴിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും ആ വീട്ടിൽ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സ്ഥിതിയിലാണ് നമ്മളുടെ തരുൺ നിൽക്കുന്നത്. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he too took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. അപ്പം നമ്മൾ നേരത്തെ തന്നെ കണ്ടു, ഇവന് വളരെയധികം വിഷമം വരുന്ന സമയത്ത് ഇവന് ഓടും. ആ പെൻഡപ്പ് ഫീലിങ്സ്, അതായത് മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന വിഷമങ്ങൾ മുഴുവൻ തീർക്കാനും മാത്രം ഇവന് ഓടിയാണ് അവൻ്റെ ആ വിഷമങ്ങൾ തീർക്കുന്നത്. അല്ലാതെ ഇവന് വേറെ മാർഗങ്ങളില്ല. കാരണം ഈ ഒരു അധികം പഠിക്കാത്ത കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടുകാർ കളിയാക്കും. ഓരോ വിഷയത്തിന് തോൽക്കുമ്പോൾ കളിയാക്കും, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ അറിയാത്ത പിള്ളേരെ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കും. അവരെ ചിലപ്പോൾ ടീച്ചർ പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ബെഞ്ചേ കയറ്റി നിർത്തും, അടി കൊടുക്കും, അല്ലെങ്കിൽ മുട്ടയെ കുത്തിച്ച് നിർത്തും. അങ്ങനെ ഒത്തിരി കലാപരിപാടികളൊക്കെ ചിലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം നമ്മൾ പണിഷ്മെൻ്റ് ഒക്കെ സ്കൂളിൽ ഇല്ല എങ്കിൽ പോലും കളിയാക്കലെങ്കിലും മാനസികമായിട്ട് സമ്മർദ്ദം കൊടുക്കുന്ന ഒരു രീതിയെങ്കിലും ചില ടീച്ചേഴ്സും ചില കുട്ടികളും നമ്മൾക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവൻ്റെ ജീവിതത്തിലുള്ള ഈ വിഷമങ്ങൾ വരുമ്പോൾ, കൂടുതൽ വിഷമം വരുമ്പോൾ ആരോടും ഇല്ല പറഞ്ഞിട്ട് കാര്യവുമില്ല. പറയുമ്പോൾ അവർ അച്ഛനും അമ്മയാണെങ്കിലും ചോദിക്കും, നീ പഠിക്കാഞ്ഞിട്ടല്ലേ, നിനക്ക് മാർക്ക് കഴിഞ്ഞിട്ടല്ലേ, നിന്റെ ചേട്ടനെ കണ്ടുപഠിക്കുക, അവൻ എന്ത് നല്ല മാർക്കായിരുന്നു, അവനെ ഇതുവരെ ആരും കളിയാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള മറിച്ചുള്ള ചോദ്യങ്ങളും പറച്ചിലുകളും ശകാരങ്ങളും ആയതുകൊണ്ട് തന്നെ ആരോടും പരാതി പറയാതെ ഇവനങ്ങ് ഓടി മനസ്സിലെ വിഷമം തീർക്കും. ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. അപ്പം ചില സമയങ്ങളിൽ സ്കൂൾ ബസ് മിസ്സായാൽ പോലും ഓടി തന്നെ പുള്ളി പോകും. അപ്പം അങ്ങനത്തെ ഒരു പാർട്ടി ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവന് ടെർമിനൽ എക്സാമിനേഷന് തോറ്റുപോയെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ, അടിപൊളിയായി സംഭവം. കാരണം വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറയുമ്പോഴത്തേനും ആദ്യം ചിലപ്പോൾ അടിയായിരിക്കും കിട്ടുന്നത്, പിന്നെ ആയിരിക്കും കാര്യം എന്താണ്, അല്ലെങ്കിൽ എത്ര മാർക്കുണ്ട്, എന്താ കാര്യങ്ങൾ ഒക്കെ ചോദിക്കുന്നത്. ചിലപ്പോൾ കാര്യം പോലും ചോദിക്കത്തില്ല, ശകാരവും അടിയും ഒക്കെ മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പം അവൻ്റെ ആ സങ്കടം സഹിക്ക വയ്യാതെ അവൻ്റെ വിഷമം തീരുവോളം, സബ്സൈഡഡ് എന്ന് പറയത്തില്ല, അപ്പം സബ്സൈഡഡ് എന്ന് പറഞ്ഞാൽ വിഷമം ഈ അടങ്ങുക എന്നുള്ളതാണ്, തീരുക. അപ്പം അത്രയും നേരം അവന് ഓടി ഒരു മൈതാനത്തിൽ പോയി കിടന്ന് അങ്ങ് ഓട്ടോ ഭയങ്കര ചൂടാ, സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുക. എന്നിട്ട് പോലും ഇവൻ്റെ ആ വിഷമം കാരണം ഇവൻ അതെല്ലാം മറന്നുകൊണ്ട് തന്നെ ഇവനങ്ങ് ഓടി അവന് തളരുന്നത് വരെ, ഫുള്ളി എക്സോസ്റ്റഡ് ആവുന്നത്, തളരുക, എക്സോസ്റ്റഡ് അല്ല മുഴുവനായി തളരുന്നിടം വരെ അവന് ഓടി. അങ്ങനെ ഓടി തളർന്ന് അവനൊരു ബെഞ്ചിൽ ഇരുന്നു. അപ്പോൾ വേറൊരു ആള് നമ്മളിവിടെ കാണുകയാണ്. ആ ആളാരെന്ന് നോക്കാം. Suddenly he heard a voice at his elbow. What is it, son? Tarun turned to his left and there sat a man of about 60. I failed in 2 subjects, he replied in a depressed tone. The man smiled sympathetically and said, Life is full of ups and downs, my boy. By the way, I am Ram Narayan and you are one of the best runners I have ever seen.
Ram Narayan? Ram Narayan. Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. When ക്ഷീണിച്ച് അവിടെ അണച്ചുകൊണ്ട് പാൻറ്റിങ് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, വളരെ വേഗത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചുകൊണ്ടൊരു സൗണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഏകദേശം ഒരു 10-60 വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഇവനോട് വളരെ കാര്യമായിട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി മോനെ എന്ന് പറഞ്ഞു. ഞാൻ 2 പരീക്ഷയ്ക്ക് തോറ്റുപോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ? വളരെ സഹതാപം തോന്നിട്ട്, സിമ്പത്തറ്റിക് സഹതാപം തോന്നിട്ട് പറഞ്ഞു, അതിനെന്താ, ജീവിതത്തിൽ അങ്ങനെ തോൽവിയും ജയവും ഒക്കെ കാണും, അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത്? പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അത്ലറ്റ് നീയാണ്. കാരണം നിന്നെ ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇവൻ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്, താങ്കൾ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ രാംനാരായണാണ്. രാംനാരായൺ എന്ന് പറയുന്ന ആ ഒരു പേര് കേട്ടപ്പോൾ ഇവൻ എന്തോ മനസ്സിലെന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ചോദിച്ചു, ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ രാംനാരായൺ തന്നെയാണോ 400-meter റേസിൽ? കാരണം ആ ഒരു ഇവന് ഈ ഫീൽഡ്, അതായത് അത്ലറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡാണ് ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ്. ആ ഫീൽഡിൽ ഒളിമ്പിക്സിൽ ഒരു മെഡൽ ലഭിച്ച, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ ലഭിച്ചൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വളരെയധികം കൂടി വന്നു. Yes, Pat came the reply. Tarun was dazzled. Son, I have been watching you for the past 45 minutes, continued Ramnarayan, and I see a good future in you. രാംനാരായണ ചെറിയ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട്, പാറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ ചെറുതായിട്ട് തട്ടുക എന്നാണ് പറയുന്നത്, പാറ്റ് ചെയ്യുന്നത്. തട്ടിക്കൊണ്ട് പറഞ്ഞാൽ, അതെ ഞാൻ തന്നെയാണ് അത്. ഞാൻ നിന്നെ കഴിഞ്ഞൊരു 45 മിനിറ്റായിട്ട് നിന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഉള്ളിൽ നല്ലൊരു അത്ലറ്റ് ഉണ്ട്, നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. അപ്പം നീ നല്ലതായിട്ട് ട്രെയിൻ ചെയ്താൽ, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഭാവി വരും എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. Tarun could not help but blush. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man enquired. Tarun's smile faded and he seemed distraught. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. But Ramnarayan seemed pretty serious. I will train you if you want, but I put forward a condition. What is your condition? Tarun's voice showed curiosity and anxiety. ഇവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്, ഇവൻ നല്ലൊരു അത്ലറ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും തരുണ് സന്തോഷം വന്നു, ബ്ലഷ് ചെയ്യുന്നു, ചിരിച്ചു, സന്തോഷമുണ്ട്. അപ്പം അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിനക്ക് എവിടെയെങ്കിലും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ, നിനക്ക് ഈ കോച്ചിങ് എടുക്കുന്നുണ്ടോ അത്ലറ്റ് ആവാൻ വേണ്ടിയിട്ട്? എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, പിന്നെ ഇതിന് ഭയങ്കര ചിലവുമല്ലേ, പിന്നെ ഇപ്പം എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം സ്വന്തമായിട്ട് അവൻ തന്നെ വിചാരിക്കും, ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് കോമഡി പറയാനായിട്ട് സാധിക്കുന്നല്ലോ എന്ന് അവൻ തന്നെ ഓർത്ത് അവൻ തന്നെ ഒരു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവന് ഭയങ്കര അധികം സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ എന്ത് കണ്ടീഷനാണ് സാറേ? അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചോദിക്കുകയാണ്, എന്ത് കണ്ടീഷനാണ്? ആ കണ്ടീഷൻ പറഞ്ഞാൽ അവന് എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിക്കണം, അല്ലെങ്കിൽ കൂടുതൽ കോച്ചിങ് നേടണം എന്നുള്ള ആഗ്രഹമാണ് അവനിൽ കാണിക്കുന്നത്. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ramnarayan. That is no big deal. I can do it, can't I? Thought Tarun. I will, sir. He heard himself saying that with complete conviction. Fine boy, it is my job to get you entry in the race, and remember yours to win it. Tell me, what is your name? asked Ramnarayan. അപ്പം ഇനി ഇദ്ദേഹം കണ്ടീഷൻ പറയുകയാണ്, നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഒരു
റേസ് കോമ്പറ്റീഷൻ ഉണ്ട്, ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ ഒരു കോമ്പറ്റീഷനിൽ നിന്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നീ ജയിച്ചാൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവൻ വിചാരിച്ചു, ഒരു കോമ്പറ്റീഷനല്ലേ, എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരല്ലേ, എനിക്ക് സാധിക്കും, എന്താ എനിക്ക് സാധിക്കാത്ത എന്ന് പറഞ്ഞു. ഇവൻ വളരെയധികം സന്തോഷത്തോടെ ഞാൻ ചെയ്യാം സാറേ, ഒരു പ്രശ്നമില്ല, ഞാൻ ചെയ്യാം, ഞാൻ ജയിക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ ശരി, അപ്പം നിനക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, ആ കാര്യത്തെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട, നിനക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ കോമ്പറ്റീഷനിൽ നീ ജയിക്കണം, ജയിച്ചാൽ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇവനോട് പേര് ചോദിക്കുന്നു, തരുൺ കപൂർ സർ. തരുൺ, I will meet you here after 5 days to give you your participation card. All the best, said Ram Narayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. The next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. അപ്പം ഇവന്റെ പേര് പറഞ്ഞു തരുൺ കപൂർ. അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ തരുൺ, നീ ഒരു കാര്യം ചെയ്യ്, 5 ദിവസങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ ഈ സ്ഥലത്ത് തന്നെ വന്ന് കാണാം. അപ്പോൾ നിനക്ക് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള കാർഡ്, എൻട്രി കാർഡ് എല്ലാം തരാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അപ്പം നമ്മളിനി 5 ദിവസത്തും കഴിഞ്ഞ് കാണുന്നു. അപ്പോൾ ഇവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. അപ്പം അവൻ ചിന്തിക്കുകയാണ്, അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, സ്കോൾഡ് ചെയ്യുന്ന വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ രാംനാരായൺ സാറിനെ കണ്ടേനെ. അപ്പം ആ ഒരു സെന്റൻസ് തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഓരോ താഴ്ചകൾ വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തെ ഓർത്ത് സങ്കടപ്പെടാതെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷം ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ഒരു സൂചനയാണ് ആ ഒരു സെന്റൻസ് കൊണ്ടിവിടെ നിഷ പഞ്ചാബി ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുശേഷം ഇവന് പിറ്റേ ദിവസം ആകാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അവൻ്റെ ജീവിതത്തിലൊരു പുതിയ വെളിച്ചം, റേ ഓഫ് ഹോപ്പ്, അവൻ്റെ ഒരു നന്മയിലേക്കൊരു അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്കൊരു വെളിച്ചമാണ് അവൻ്റെ ജീവിതത്തിൽ ഇപ്പം കടന്നു വന്നിരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ അതിരാവിലെ എണ്ണീറ്റ് അവന് അമ്മ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നീ എവിടെ, ക്വയറി എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നീ എവിടെ പോവാ രാവിലെ, എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും ഉത്തരവൊന്നും പറയാതെ രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് ഒറ്റ ഓട്ടം എവിടെ, നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. അവിടെ ചെന്ന് അത് സത്യമാണെന്ന് അറിയുന്നിടം വരെ അവൻ്റെ മനസ്സ് പെടപെടാ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ശരിക്കും ഉള്ളതാണോ, അതോ ഇവൻ്റെ ഇല്യൂഷനാണോ, അതോ ഇവനെ വലിയൊരു കളിപ്പിച്ചതാണോ ഒന്നും ഇവനറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് ഇത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവന് ഭയങ്കര അധികം സന്തോഷമായി. അന്ന് മുതൽ അവനൊരു ചേഞ്ച്ഡ് പേഴ്സണായി മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ വരാൻ പോവുകയാണ്. അതെന്താണെന്നാണ് ഇനി കാണുന്നത്. Tarun started practicing zealously. Every day he would get up at 4 in the morning and run up to 10 miles. In the evenings he would time himself according to the 1000-meter distance prescribed by the competition. He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did, he thought. He also wanted someone to back him up, so he told everything to his mother. അപ്പോൾ പിറ്റേ ദിവസം തന്നെ തരുണിൻ്റെ കഠിനമായ ജെയിലേഴ്സ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിരാവിലെ 4 മണിക്ക് ഉണർന്ന് അവന് 10 മൈൽ ഓടും. അതിനുശേഷം വൈകിട്ട് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം 1000 മീറ്ററാണ് ഈ കോമ്പറ്റീഷൻ്റെ ഒരു പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ്. അത് കൃത്യം അളന്ന് 1000 മീറ്റർ തന്നെ വൈകിട്ട് ഓടും. അവന് വളരെ പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടിരിക്കണം എന്ന് വളരെ അധികം ആഗ്രഹമുണ്ട്. അല്ലാതെ അപ്പോൾ അവൻ തന്നെ ആലോചിച്ചു, ഇത്രയും നാൾ ഞാൻ പല കാര്യങ്ങളും ചെയ്ത് ഞാൻ എന്നും ഓടും എല്ലാം ചെയ്യുമായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവനിൽ കാണിക്കുന്നത്. അപ്പം എന്തുമാത്രം ഇവന്
രാംനാരായൺ സാറിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഉള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഈ കാണിക്കുന്നത്. അവന് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയോട് മാത്രം ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. കാരണം അച്ഛനോട് പറഞ്ഞാൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. ചേട്ടനോട് പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കും. അച്ഛനാണെങ്കിലും ചിലപ്പോൾ കളിയാക്കുവാണോ വഴക്ക് പറയാണോ ഇവനെ ഇനിയും ഈ ഓടാനായിട്ട് പോകാൻ സമ്മതിക്കാതിരിക്കുവാണോ ചെയ്യുന്നത് ഒന്നും ഇവന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയോട് മാത്രം ഇവൻ പറഞ്ഞ് ഇവൻ എന്നും രാവിലെയും വൈകിട്ടും ഓടാൻ പ്രാക്ടീസിന് പോകും. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് കാണാം. Tarun practiced rigorously for 5 days and then promptly met Ram Narayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. However hard, I must win the race, thought he. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. വളരെ വിഗ്രസ് പ്രാക്ടീസിന് ശേഷം 5 ദിവസം കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ തരുണിനോട് രാംനാരായൺ സാർ മീറ്റ് ചെയ്യാൻ പറഞ്ഞ അതേ സ്ഥലത്ത് അവൻ പോയി സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം പേപ്പർ, അതായത് അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടി. അവിടെ അവൻ്റെ പേര് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതി കണ്ടപ്പോഴത്തേക്കിനും അവന് മനസ്സിലായി ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു ചെറുക്കനാണ്. എൻ്റെ അച്ഛൻ പോലും എന്നെ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് തിരുത്തി കാണിക്കണം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ല, എനിക്കും കഴിവുകളുണ്ട്, എനിക്കും ജീവിതത്തിൽ ഉയരാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇവന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പേപ്പർ കഷ്ണമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും അത് അവൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. It was 14th November. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office where a signboard read "Participants only," with his heart beating faster every second. Inside, there were about 50 participants waiting for the race to begin. He felt someone patting him on the shoulders. "Hello, Tarun." It was Ram Narayan. "All the best," he said affectionately. Tarun smiled at him but did not say a word. Fear had gripped him from head to foot. അങ്ങനെ 14th November എത്തിയിരിക്കുകയാണ്, അതായത് ചിൽഡ്രൻസ് ഡേ അന്ന്. അപ്പം ഇന്നാണ് നമ്മളുടെ കോമ്പറ്റീഷൻ. തരുണിൻ്റെ ജീവിതത്തിലെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. അങ്ങനെ രാവിലെ തന്നെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവന് പെഡലിൽ ചവിട്ടി, അതായത് സൈക്കിൾ ചവിട്ടി അവൻ ആ കോമ്പറ്റീഷൻ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക്, നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴത്തേനും ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്, പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളവരുണ്ട്, പിന്നെ കാണാൻ വന്നവരുണ്ട്, അങ്ങനെ ഒത്തിരി പേര് അവിടെ ഉണ്ട്. അപ്പോഴത്തേനും ഇവന് ടെൻഷനുണ്ട്, ഭയങ്കരധികം ടെൻഷനുണ്ട്. മാത്രമല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ടെൻഷനും പേടിയും എല്ലാം ഉണ്ട് ഇവൻ്റെ മനസ്സിൽ. പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ എന്നുള്ളൊരു വിഷമവും ഉണ്ട്. എന്തായാലും കൊള്ളാം. അവനപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, പാർട്ടിസിപ്പൻസ് ഉള്ളി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ ആ ബോർഡ് കണ്ടെടുത്തേക്ക് അവന് നടന്നു ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 10-50 പിള്ളേരൊക്കെ ഉണ്ട്, പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവന് അവിടെ ചെന്ന് നിന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരാൾ അവൻ്റെ പുറത്ത് തട്ടിയിട്ട് "ഹലോ തരുൺ" എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ രാംനാരായൺ സാറാണ്. അപ്പോൾ അവനൊരു സന്തോഷമായി, കോൺഫിഡൻസായി. അങ്ങനെ അദ്ദേഹത്തോട് ചിരിച്ച് അവിടെ പാർട്ടിസിപ്പൻസായിട്ട് അവിടെ നിൽക്കുകയാണ്, അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അവൻ്റെ മനസ്സിലൊരു ഉത്ഭയമുണ്ട്, അവൻ്റെ ബോഡി മുഴുവൻ ആ ഭയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും വേണ്ടതല്ല അവന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവന് ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് കാണാം. All the participants lined up. Every face glittered with the hope of winning the race. Each one of them had his family and friends in the stands to cheer for him. To his amazement, Tarun caught sight of his mother in the stands. The fear in his eyes gave way to confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race.
In the lead was the fastest of them all, Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. On the track, there was a shallow pit. As he was running fast, Tarun did not notice that and he slipped. അങ്ങനെ നമ്മളുടെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും എല്ലാ പാർട്ടിസിപ്പൻസും ലൈൻ അപ്പ് ചെയ്തു. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവനിങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നോക്കിയപ്പോഴത്തേക്കിനും ബാക്കി എല്ലാ കുട്ടികളുടെയും ഫ്രണ്ട്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഇവരെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കെല്ലാം തന്നെ ജയിക്കണം അല്ലെങ്കിൽ എനിക്ക് വിന്നറാകാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് എല്ലാ കുട്ടികളിലും നിറഞ്ഞു നിൽപ്പുണ്ട്. എല്ലാവർക്കും വിന്നറാവണം. അപ്പം ഇവൻ ഇങ്ങനെ കുറേ നേരം നോക്കിയപ്പോഴാണ് ആ കൂട്ടത്തിൽ അവൻ്റെ അമ്മ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ഇവൻ്റെ അത്രയും നേരം ഉണ്ടായിരുന്ന പേടിയും എല്ലാം തന്നെ മാറി അവന് കോൺഫിഡൻസ് നിറയുകയാണ്. അപ്പം അതിനുശേഷം ഇവൻ്റെ എന്താണ് ഈ റേസിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടി. അങ്ങനെ അവർ ഓടാൻ തുടങ്ങി. ആ നിമിഷം തന്നെ എല്ലാ കുട്ടികളും ഓടാൻ തുടങ്ങി. അപ്പം ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഫാസ്റ്റസ്റ്റ് റണ്ണർ എന്ന് പറയുന്നത് നമ്മുടെ തരുൺ തന്നെയാണ്. അവൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ അവൻ തന്നെയാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കി, ഞാനാണോ മുന്നിൽ എന്ന് തിരിഞ്ഞ് നോക്കി. ആ സമയത്ത് ഇവൻ്റെ ഒരു പ്രശ്നം പറ്റി. എന്ന് വെച്ചാൽ ആ ഓടുന്ന ട്രാക്കിൽ കുറച്ച് ഷാലോ ആയിട്ടുള്ള ഒരു കുഴി ഉണ്ടായിരുന്നു, ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് ഇവന് കാല് പോവുകയും അവൻ മറിഞ്ഞടിച്ച് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ സ്ലിപ്പ് ചെയ്ത് അങ്ങ് വീണു. അപ്പം ഇനിയും ഇവന് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് അടുത്ത പ്രശ്നങ്ങൾ. അപ്പം നമുക്കൊന്ന് കാണാം. Breathing fast, he saw the other kids going past him. He could not be a loser today, and so without wasting a second, he got up to run once more. Being quick, Tarun overtook a few kids ahead of him. But as fate had it, he slipped once again. അപ്പം അവൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, ഇന്നത്തെ മത്സരം എനിക്ക് വിജയത്തിൻ്റെത് മാത്രമായിരിക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട് അവൻ ഒന്ന് നോക്കിയിട്ട് ചാടി എഴുന്നേറ്റ് അപ്പോഴത്തേക്കിന് കുറേ കുട്ടികൾ ഇവൻ്റെ കണ്ണിൽ മുന്നിൽ ഓടിപ്പോയി. പക്ഷേ അവന് ജയിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവന് ചാടി എഴുന്നേറ്റ് വീണ്ടും ഓടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം വീണ്ടും ഓടാൻ തുടങ്ങിയപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ ഒന്ന് വീണത് കൊണ്ട് വീണ്ടും അവന് സ്ലിപ്പ് ചെയ്തങ്ങ് താഴെ വീഴുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്തൊരു പടം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാം അവനിങ്ങനെ വീണിട്ട് വീണ്ടും എണ്ണീക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു പിക്ചറാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിന് കാണാമേ. What was happening to him? He could not bear it. He looked into the crowd and saw his mother. She was saying something to him. Get up, son, get up and run. Tarun got up once again. He was among the last few, but he did not give up. Once more, he overtook some children. Since he was fretting a little too much, he fell a third time. Tears were rolling down his cheeks. How will he get into Ram Narayan's training now? How will he prove to his parents that he was talented? He was the last kid on the track now. He turned his eyes towards the stands. അപ്പം ഇവൻ വീണ്ടും എഴുന്നേറ്റ് ഓടുകയാണ്. അപ്പം കുറേ കുട്ടികളെ വീണ്ടും അവന് കവറപ്പ് ചെയ്തു. കാരണം ഇവൻ നല്ലൊരു റണ്ണറാണ്, നല്ലൊരു അത്ലറ്റാണ് ഇവൻ. അതുകൊണ്ട് തന്നെ വീണിട്ട് കൂടി അവൻ എഴുന്നേറ്റ് 2 പ്രാവശ്യം വീണിട്ട് കൂടി എഴുന്നേറ്റ് ഓടിയിട്ടും അവൻ വീണ്ടും കുറേ കുട്ടികളെ തോൽപ്പിക്കുകയാണ്. പക്ഷേ അവൻ ആ വീണിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയും മാത്രമല്ല അവൻ്റെ ടെൻഷനും പിന്നെ എങ്ങനെ എനിക്ക് രാംനാരായൺ സാറിൻ്റെ സ്കൂൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ടെൻഷനും മാത്രമല്ല എനിക്ക് എൻ്റെ പ്രധാനമായിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കണം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള ഓരോരോ ചിന്തകളും കൂടി അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവൻ വീണ്ടും വീഴുകയാണ്. 3ാമത്തെ തവണയും അവന് വീണു പോവുകയാണ്. ആ 3ാമത്തെ തവണ വീണു പോയപ്പോഴത്തേക്കിനും അവന് എല്ലാം നഷ്ടപ്പെട്ടെന്നുള്ളൊരവസ്ഥയായി. കാരണം ഇപ്പോൾ അവനാണ് ആ ട്രാക്കിലെ ഏറ്റവും അവസാനത്തെ കുട്ടി. ബാക്കി കുട്ടികളെല്ലാം തന്നെ ഫ്രണ്ടിൽ ഓടിപ്പോയി. ഇനി ഇവൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പം നിൽക്കുകയാണ്. അപ്പം
ജസ്റ്റ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് അവൻ്റെ പേര് വിളിക്കുന്ന ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. Then he heard Ramnarayan screaming from somewhere, "Come on Tarun, run." And so he got up a third time. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. The crowd was cheering for Pavan, the boy who had won the race. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. The audience cheered for his determination and his valor for never giving up. He bowed his head with shame and said to Ramnarayan, "I'm sorry sir, I lost." അപ്പോൾ അവൻ ആ ക്രൗഡിൽ നിന്ന് അവനൊരു സൗണ്ട് കേൾക്കുകയാണ്, രാംനാരായൺ സാറിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ഇന്നേക്ക് തരുൺ, ഇന്നേക്ക് നീ ഓട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് കേൾക്കുകയാണ്. അപ്പം നോക്കിയപ്പോഴത്തേനും എല്ലാ കുട്ടികളും അവിടെ അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രൗഡിൽ നിന്ന് കുറേ ആൾക്കാരെല്ലാം തന്നെ പവൻ എന്നും പറഞ്ഞ് കൈ കൊട്ടുന്നുണ്ട്. കാരണം പവനാണിപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് വിളിച്ച് ഒത്തിരി പേര് ചിയറപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ ആ രാംനാരായൺ സാറിൻ്റെ വാക്കുകൾ കേട്ട് അവന് എഴുന്നേറ്റ്, മൂന്നാമത്തെ പ്രാവശ്യം വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ ഓടാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഓടാൻ തീരുമാനിച്ചപ്പോഴത്തേക്കിനും ഇവൻ്റെ പേര് വിളിച്ച് ഒത്തിരി അധികം ആൾക്കാർ, ആ ക്രൗഡിലുള്ള ആൾക്കാരിൽ നിന്ന് കൈകൊട്ടുന്നു, ഇവൻ്റെ പേര് ആർത്തു വിളിക്കുന്നു എല്ലാം ചെയ്യുന്നു. കാരണം ഇവിടെ അവൻ ജയിക്കുന്നതിലല്ല അവിടെ അവർ കൈകൊട്ടുന്നത്. അല്ലെങ്കിൽ അവൻ ആ ഒരു റേസിൽ ചിലപ്പം അവൻ തോറ്റു പോകാമായിരിക്കും. പക്ഷെങ്കിൽ അവൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ, ഒരു 12 വയസ്സുകാരൻ്റെ ജീവിതത്തിലോട്ടുള്ള ആ ഒരു ആത്മാർത്ഥത, അവൻ്റെ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവന് ജയിക്കണമെന്നുള്ളൊരു ആഗ്രഹം, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തരുൺ എന്ന് പറഞ്ഞ് അവിടെ കൈകൊട്ടുന്നത്. അപ്പം ഏറ്റവും അവസാനമായിട്ടാണ് തരുൺ ആ മത്സരത്തിൽ ആ ഒരു റേസ് കംപ്ലീറ്റ് ആക്കുന്നത്. പക്ഷേ അവൻ്റെ ആ ഒരു റേസ് അവൻ ഫിനിഷ് ചെയ്തപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ അവനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇവന് മനസ്സിലായില്ല എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി, അവനാണ് ഏറ്റവും അവസാനം ഓടി നിർത്തിയത്, പക്ഷെ എന്തുകൊണ്ട് അവൻ്റെ പേര് വിളിച്ചു എന്നൊന്നും അവൻ അറിയത്തില്ല. അപ്പോൾ അവൻ ആകെപ്പാടെ ഒരു വലിയ സന്തോഷമൊന്നും തോന്നില്ല അതിൽ. അങ്ങനെ അവൻ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ജയിക്കാൻ പറ്റില്ല, ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞു. "No sir, to me you have won the toughest race, the race of your life. You got up and started afresh each time you fell. You are a real life hero. Your training starts tomorrow." Tarun could not believe his ears. Tears filled his eyes again. He smiled at his mother, who hugged him and said, "You are the best son in the world." രാംനാരായൺ സാർ പറഞ്ഞു, "അല്ല മോനെ, നീ അല്ല തോറ്റത്, നീയാണ് ജയിച്ചത്. നിന്റെ അല്ലെങ്കിൽ ജീവിതമാകുന്ന ഈ റേസിൽ നീ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ഇന്ന് നീ അവിടെ ആ ഒരു വീഴ്ചയിൽ നീ അവിടെ വീണ് പോയിട്ട് നീ പിന്നെ എണ്ണീറ്റിരുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് ചിലപ്പോൾ ട്രെയിനിങ് തരത്തില്ല. കാരണം നിനക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ആ വീണ് പോയെടുത്തു നിന്ന് നീ എണ്ണീറ്റ് ഓടി നീ ആ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നീയാണ് ഇന്നത്തെ വിന്നർ. അതുകൊണ്ട് നാളെ തൊട്ട് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം, പ്രാക്ടീസ് തുടങ്ങുകയാണ്." അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. അമ്മ പറഞ്ഞു, "മോനെ, നീ ഏറ്റവും നല്ല മകൻ. നീ ഇത്രയും നാളെ നിന്നെ വീട്ടിലെല്ലാവരും അവഗണിച്ചിരുന്നു, പക്ഷേങ്കിൽ നീയാണ് ഏറ്റവും നല്ല മകൻ" എന്ന് പറഞ്ഞ് അമ്മയും അനുഗ്രഹിക്കുകയാണ്. ഇതാണ് ഈ തരുൺ എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയുടെ കഥയിൽ കൂടി നമ്മളോട് പറയുന്നത്. അപ്പം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് കഥയിലൊക്കെ കാണുന്ന പോലെ സ്മൂത്തായിട്ടൊരു ലൈഫല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ കാണും. ഈ പ്രശ്നങ്ങളെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നിന്ന് വീണ് പോകാതെ അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ തരുണിൻ്റെ കഥ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.